റിപ്പോർട്ട് ബ്രേക്കിംഗ്. യുവ സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എക്സൈസ്. സിനിമാ പ്രവർത്തകർക്ക് ലഹരി എത്തിച്ച ഇടനിലക്കാരനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കോഴിക്കോട് സ്വദേശിയായ നവീനാണ് ലഹരി കൈമാറിയെന്നായിരുന്നു പ്രതികളുടെ മൊഴി. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും പുറമെ ഛായാഗ്രാഹകൻ സമീർ താഹിറിനും കേസിലെ പ്രതികളാണ്. എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. എന്താണ് കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ? സംവിധായകര്, യുവ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ പ്രതിയായ കേസാണ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും യുവ സംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സമയത്ത് എക്സൈസ് പ്രതീക്ഷിച്ചിരുന്നത് സ്ഥിരമായിട്ട് സിനിമാ പ്രവർത്തകർക്ക് ലഹരി എത്തിച്ചു നൽകുന്ന സംഘത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അത് കണ്ടെത്താനാകാതെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഖാലിദ് റഹ്മാൻ, ഒപ്പം തന്നെ അഷ്റഫ് ഹംസ, സുഹൃത്തായ ഷാലിബ് മുഹമ്മദ് എന്നിവരെയാണ് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് എക്സൈസ് പിടികൂടിയിരുന്നത്. അതിൽ ഷാലിബ് മുഹമ്മദ് നൽകിയ മൊഴി താനൊരു സുഹൃത്ത് മുഖേന കോഴിക്കോട് സ്വദേശിയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയെന്നുള്ളതാണ്. അങ്ങനെ കോഴിക്കോട് സ്വദേശിയായ നവീനെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. പക്ഷേ അയാൾ അത് നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്നും തന്നെ ഇത് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. അങ്ങനെ ഉറവിടം കണ്ടെത്താനാകാതെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ 4 പ്രതികളാണുള്ളത്. ഈ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സുഹൃത്ത് എന്നിവർക്ക് പുറമെ ആ ഛായാഗ്രാഹകൻ, അതായത് സിനിമാറ്റോഗ്രാഫറായ സമീർ താഹിറിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. അതിന് കാരണം സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗം നടന്നിരിക്കുന്നത്. സമീർ താഹിറിന്റെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ ഫ്ളാറ്റിലെ ലഹരി ഉപയോഗം നടന്നുള്ള കണ്ടെത്തലിലേക്ക് കൂടിയാണ് എക്സൈസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം, എറണാകുളം എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. യുവ സംവിധായകരൊക്കെ അറസ്റ്റിലായ കേസാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ.